എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയോടായി ചോദിക്കുന്നു, ഈ കുഞ്ഞിരാമ മേനോനും ബ്രിജിത്താമ്മയും തമ്മിൽ എങ്ങനെയാ പരിചയം? മറുപടി അലീന സ്നേഹനികേതനത്തിന് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ മൂപ്പരൊരു പിശുക്കനാണെന്നാണ് കേട്ടുകേൾവി. അഥവാ ഇനി അങ്ങനെ ഡൊണേഷൻ വല്ലതും കൊടുക്കണേ പോലും അതിന് തക്ക മഹാ അപരാധം വല്ലതും ചെയ്തിരിക്കണം. അതെന്താണെന്നാണ് എനിക്കിപ്പോൾ പിടികിട്ടാത്തതെന്ന് ബാലൻ. ഇനി അഥവാ മൂപ്പർക്ക് അങ്ങനെ ഡൊണേഷൻ കൊടുക്കണം എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിന് കഴക്കൂട്ടം വരെ പോകേണ്ടതുണ്ടോ? പാലായിൽ തന്നെ എത്ര ഓർഫനേജുകളുണ്ട്? ഇതെല്ലാം കേൾക്കുമ്പോൾ അലീന ചെറുതായി ഒന്ന് പതറുന്നുണ്ട്. വേഗം തന്നെ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി മരുന്ന് തരട്ടെ എന്ന് ചോദിക്കുന്നു. ബാലചന്ദ്രനാകട്ടെ 2 മിനിറ്റ് കഴിയട്ടെ എന്ന് പറയുന്നു. ബാലൻ അലീനയോടെ പറയുകയാണ്, ഇവിടെ ഒന്നും ഡൊണേഷൻ കൊടുക്കാതെ കഴക്കൂട്ടത്ത് തന്നെ ചെന്ന് കൊടുക്കണമെങ്കിൽ ചില്ലറ സൂക്കേടൊന്നുമല്ലല്ലോ. ഇത് കേൾക്കുന്ന അലീന ചിലപ്പോൾ ഇവിടുള്ള ഓർഫനേജുകളിലും കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. മാത്രമല്ല അവിടം വരെ വന്നത് എന്തെങ്കിലും മുൻപരിചയം കൊണ്ടായിരിക്കും. ബാലൻ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നു, കുഞ്ഞിരാമ മേനോൻ കഴക്കൂട്ടത്ത് വരുന്നതിന് മുമ്പ് ബ്രിജിത്ത മമ്മി ഇവിടെ വന്ന് കുഞ്ഞിരാമ മേനോനെ കണ്ടിരുന്നു എന്ന് പറയുന്നത് അത് സത്യമാണോ? മറുപടി അലീന, മമ്മി കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു സഹായം ചോദിക്കാനായിട്ട്. മമ്മിക്ക് ലിവർ സിറോസിസ് ആയിരുന്നല്ലോ. അപ്പോൾ സംഗതി സത്യമാണെന്ന് ബാലചന്ദ്രനെ ഉറപ്പിക്കുന്നു. ഇതൊക്കെ പോട്ടെ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് എന്തിനാണ് കഴക്കൂട്ടത്തേക്ക് വന്നത്? അതും ബ്രിജിത്താമ്മയെ കാണാനായിട്ട്. എന്താ അങ്ങോട്ടേക്ക് വന്നില്ലേന്നാണ് ബാലൻ ചോദിക്കുന്നത്. അലീന കണ്ടിരുന്നോന്നും തിരക്കുന്നുണ്ട്. മനു ഉണ്ടായിരുന്നല്ലേ കൂടെ? അലീന അതെല്ലാം സമ്മതിക്കുന്നു. ബാലൻ തുടരുകയാണ്, ഇത്രയും വയ്യാതെ കിടന്ന കുഞ്ഞിരാമ മേനോൻ അത്രയും യാത്ര ചെയ്ത് കഴക്കൂട്ടം വരെ പോയി ഡൊണേഷൻ കൊടുത്തത് അവിടെയുള്ള കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയോട് മാത്രമുള്ള വാത്സല്യം കൊണ്ട്. ഏതായാലും ആ യാത്രയോടുകൂടി ആ മനുഷ്യൻ കിടന്നുപോയി. അധികം നാൾ പിന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ബാലൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ആരാണ് ആദ്യം മരിച്ചുപോയത്? ബ്രിജിത്ത മമ്മിയാണോ അതോ കുഞ്ഞിരാമ മേനോനാണോ? ഇത് കേൾക്കുന്ന അലീന മറുപടിയായി, മുത്തശ്ശൻ. ഇത് കേട്ടപാടെ ബാലൻ, അത് ശരിയാണ്, മുത്തശ്ശനല്ലേ. അന്നേ ദിവസം പുള്ളി കഴക്കൂട്ടത്തെത്തിയപ്പോൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുകയുണ്ടായിരുന്നോ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. 80,000 രൂപ മമ്മിയെ ഏൽപ്പിച്ചുവെന്ന് ഇപ്പോൾ അലീന പറയുന്നുണ്ട്. അലീന അദ്ദേഹത്തെ കണ്ടിരുന്നോ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. മറുപടി അലീന, കണ്ടുവെന്നും എന്നോട് പേര് ചോദിച്ചു, അതിനുശേഷം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചെന്നും അലീന മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, ഇത്രയും പോരെ സകല പാപങ്ങളും കഴുകിക്കളയാനായിട്ട്? വേറെ ആരെയെല്ലാം അനുഗ്രഹിച്ചു എന്നാണ് ബാലൻ ചോദിക്കുന്നത്. ഇവിടെ അലീന, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ അനുഗ്രഹിച്ചത് കൂടാതെ ജോലിയും ഓഫർ ചെയ്തു അല്ലേ? അങ്ങനെയാണ് ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞതെന്ന് അലീന ഇപ്പോൾ ബാലനോട്. ഇത് കേൾക്കുന്ന ബാലൻ, കുഞ്ഞിരാമ മേനോൻ തന്റെ കാലൊടിഞ്ഞ് കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാനുള്ള വരം തന്നു എന്നല്ലേ പറയേണ്ടത്? മറുപടി അലീന, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിരുന്നു. ബാലൻ ഇപ്പോൾ ഒന്ന് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നു. കുഞ്ഞിരാമ മേനോൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നടന്നല്ലോ. അലീന ഈ സമയം ബാലിനുള്ള മരുന്നെടുത്ത് കൊടുക്കുകയാണ്. ബാലിനിപ്പോൾ അലീനയോടെ പറയുന്നുണ്ട്, മൂപ്പര് കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കണമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ട് രസിച്ച്. ഇതെല്ലാം കേൾക്കുന്ന അലീന, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. പോകുന്നതിന് മുമ്പായി ബാലൻ പറയുന്നുണ്ട്, നീ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ, അന്നേരം ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടും, എല്ലാം കൂടെ ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് നോക്കും, വെറുതെ ചുമ്മാ ഒരു രസം. പോകുന്നതിന് മുമ്പായി അലീനയോട് പറയുന്നുണ്ട്, നീ എൻ്റെ പെറ്റാണ് കേട്ടോ, നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതിനുശേഷം അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഏതാ മുത്തശ്ശി എഴുന്നേറ്റ് കട്ടിലിരിക്കുകയാണ്. ഇത് കാണുന്ന അലീന സന്തോഷത്തോടു കൂടി, മുത്തശ്ശി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയല്ലോ. ഇത് കേട്ടപാടെ മുത്തശ്ശി, ഇത് പക്ഷേ നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കാരണം അവൾ ഒന്നെങ്കിൽ എന്നെ കൊല്ലപ്പള്ളി കൊണ്ടാക്കും, അല്ലെ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. അതെന്തായാലും വേണ്ട. ഇത് കേൾക്കുന്ന അലീന, എന്നെ അങ്ങനൊന്നും പറഞ്ഞുവിടാൻ പറ്റത്തില്ല മുത്തശ്ശി, കാരണം ബാലേന്ദ്രൻ സാർ സമ്മതിക്കത്തില്ല. മറുപടിയും മുത്തശ്ശി, അതിനെ വൈജ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടെത്തും. അലീന മുത്തശ്ശിയോടെ പറയുന്നുണ്ട്, എനിക്ക് ചില സമയം സാറിനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്, ഒരുതരം ഭ്രാന്ത് പോലെയാണ് തോന്നുന്നത്. ഇത് കേൾക്കുന്ന മുത്തശ്ശി, നീയും വേണ്ടാതീനൊക്കെ പറഞ്ഞു തുടങ്ങിയോ? ഇത് കേട്ടപാടെ അലീന, ഗംഗാധരൻ സാറ് എന്താണ് മാഡത്തിനോട് പറഞ്ഞതെന്ന് മുത്തശ്ശിക്ക് അറിയുമോ? നിന്റെ ആഗ്രഹ കഥകളൊക്കെ നിന്റെ മക്കള് തന്നെ അറിഞ്ഞ നിന്നെ അവരെടുത്ത് മീനച്ചിലാറ്റിലെറിയും. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അവൻ അങ്ങനൊക്കെ പറഞ്ഞോ? അവൻ അങ്ങനൊക്കെ പറഞ്ഞോന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അലീന തുടരുകയാണ്, അന്ന് ഗംഗാധരൻ സാറ് പറഞ്ഞത് ഇങ്ങനാണ്, നല്ല പ്രായത്തില് മതിച്ച് പൂത്താടി നടന്നവളല്ലേ നീയ. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അവൻ അങ്ങനൊക്കെ പറഞ്ഞോ? അലീന ഇപ്പോൾ ഒന്ന് പറയുന്നു, മാഡത്തിന്റെ വിചാരം എന്നെ കണ്ടിട്ടാണ് ബാലേന്ദ്രൻ സാറിന് ഇങ്ങനൊരു മനമാറ്റം ഉണ്ടായതെന്നാ. മുത്തശ്ശി ഇപ്പോൾ ഒന്ന് പറയുന്നുണ്ട്, എത്ര നല്ല ജീവിതമായിരുന്നു, ഇപ്പോൾ അതവൾ കോളമാക്കി. എന്നോട് ഗംഗാധരൻ സാറ് ഒരു കാര്യം പറഞ്ഞു എന്നിപ്പോൾ അലീന മുത്തശ്ശിയെ അറിയിക്കുന്നു. മാഡം ബാലേന്ദ്രൻ സാറിനെ പണ്ടെന്നോ പറ്റിച്ചു എന്നൊരു തോന്നലുണ്ടായിട്ടാണ് ബാലേന്ദ്രൻ സാറ് ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്.
ഇത് കേൾക്കുന്ന മുത്തശ്ശി ദേഷ്യത്തോടും അമർഷത്തോടും കൂടി അവൻ അത്രയ്ക്കും ബോധമില്ലേ? വീട്ടിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരിയോടാണോ ഇതൊക്കെ പറയുന്നത്? ഗംഗാധരൻ സാറിന് ബോധമില്ലാഞ്ഞിട്ടല്ല മുത്തശ്ശി. സാറിന് മനസ്സിലായി എന്നെ ഉപയോഗിച്ച് മാത്രമേ ബാലേന്ദ്രൻ സാറിനെ മയപ്പെടുത്താൻ കഴിയൂന്ന്. സ്വന്തം സഹോദരിയുടെ കുടുംബത്തെ മൊത്തവും വീട്ടിലെ വേലക്കാരി ഏൽപ്പിച്ചിട്ട് പോകാൻ മാത്രം ബുദ്ധിയില്ലാത്തവനാണോ മുത്തശ്ശിയുടെ മൂത്ത മകൻ? ഇത് കേൾക്കുന്ന മുത്തശ്ശി അതിന് നിന്നെക്കൊണ്ട് എന്തു പറ്റുമെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. മറുപടി അലീന, ഞാനിവരെ എല്ലാവരെയും ഒരു തോണിയിൽ കയറ്റി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയായിരിക്കും. അതൊക്കെ അതിന് നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അതിന് നീ ആരാണ്? നിന്റെ സ്ഥാനം എന്താണ്? ഇവിടെ അലീന, അത് തന്നെയാണ് എനിക്കും അറിയാൻ മേലാത്തത്. ചില നേരത്ത് ഞാൻ എവിടെയാണുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാവരും കൂടി ഒരു നൂൽപ്പാലത്തിൽ കയറ്റിയാണ് എന്നെ നടത്തുന്നത്. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി, എങ്കിൽ പിന്നെ നിനക്ക് ബാലേന്ദ്രനോട് തന്നെ എന്താണ് പ്രശ്നമെന്ന് നേരിട്ട് ചോദിച്ചൂടെ? നിന്നോടല്ലേ ബാലൻ ഇപ്പോൾ അല്പമെങ്കിലും സംസാരിക്കുന്നത്? ഇപ്പോഴുമില്ലെന്നാണ് അലീന മുത്തശ്ശിയോട് പറയുന്നത്. ചില സമയം എന്നോടും ദേഷ്യപ്പെടും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തന്നെ പറയും. ഇനിയിപ്പോൾ മറ്റൊന്ന് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഒളിച്ചുകളിയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശി, ഞാനാകെ ഒരു കാര്യം മാത്രമേ നിന്നിൽ നിന്ന് ഒളിച്ചു വച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയാമെന്ന് അലീന പറയുന്നു. അങ്ങനെയെങ്കിൽ അതെന്താണെന്ന് നീ തന്നെ പറയാനായിട്ട് മുത്തശ്ശി ആവശ്യപ്പെടുന്നു. അലീന ഇപ്പോൾ അങ്ങനെ മുത്തശ്ശിയോടെ പറയുന്നു, മാഡത്തിന് ആഗ്രയിൽ വെച്ച് ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേന്ന്. ഇത് കേൾക്കുന്ന പാടെ മുത്തശ്ശി ചെറുതായി ഒന്ന് പതറുന്നുണ്ട്. അലീന എന്താ നടന്നിരുന്നതെന്ന് ഇപ്പോൾ മുത്തശ്ശിയോടായി ചോദിക്കുന്നു. പണ്ട് മാലതിക്ക് വേണ്ടി ഒരു സഹായത്തിനായിട്ട് വൈജയെ ഗംഗാധരന്റെ വീട്ടിൽ കൊണ്ടാക്കിയതായിരുന്നു. ഗംഗാധരന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു കക്ഷി. കേട്ടപാടി അലീന ആ പട്ടാളക്കാരന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ കാര്യം പറയാനായിട്ട് മുത്തശ്ശി മടിക്കുകയാണ്. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ, അതൊന്നും നീ അറിയണ്ട. അതിനുശേഷം അലീന അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇപ്പോൾ ബാലേന്ദ്രൻ അലീനയെ വിളിക്കാനായിട്ട് കോളിംഗ് ബെൽ ഞെക്കുകയാണ്. മുകളിലേക്ക് കയറിപ്പോവാൻ നിൽക്കുന്ന അലീനയെ തടഞ്ഞുകൊണ്ട് ബബിത ഞാൻ കയറി പൊക്കോളാമെന്ന് പറയുന്നു. എന്താ, ഞങ്ങളും മനുഷ്യരല്ലേ, നീ എന്താ അച്ഛൻ കോളിംഗ് ബെൽ ഞെക്കുമ്പോഴേ അങ്ങ് കയറിപ്പോവാനായിട്ട് നിൽക്കുവാണോ എന്നൊക്കെ അലീനയോടായി ചോദിക്കുന്നു. ബബിത വീണ്ടും പറയുന്നു, എനിക്കൊന്ന് അറിയണം ഞാൻ കയറി ചെന്ന എന്താ പ്രശ്നമെന്ന്. ഇപ്പോൾ അലീന പറയുന്നു, ബബിതെ, എന്തിനോടൊക്കെയുള്ള പ്രതിഷേധമാണ് അച്ഛനെ അറിയിക്കുന്നത്. അല്ലാതെ ആരെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അങ്ങനൊന്നുമല്ല. നിങ്ങൾ അച്ഛന് ഇഷ്ടമില്ലാത്ത ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തീ കോരി ഇടുകയാണെന്ന് അലീന പറയുന്നു. ബബിതയുടെ മറ്റൊന്ന് പറയുന്നുണ്ട്, ഞാൻ മുകളിൽ ചെന്ന് കണ്ട് നിനക്ക് കാണണമെന്നുള്ള വിവരം അച്ഛനെ അറിയിക്കാം. ഇതിന് മറുപടിയായി ബബിത, അങ്ങനെ ഇപ്പോൾ നീ മുകളിൽ കയറിപ്പോയി എനിക്ക് പാസ് മേടിച്ചുകൊണ്ട് തന്ന് അച്ഛനെ കാണേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തനിയെ ബബിത മുകളിലേക്ക് കയറിപ്പോകുന്നു. ബബിതയുടെ പിന്നാലെ അലീനയും ചെല്ലുന്നത് കണ്ട് എന്റെ പുറകെ വരണ്ടെന്ന് ദേഷ്യത്തോടു കൂടി അലീനയെ പറഞ്ഞു വിലക്കുന്നുണ്ട്. ഇപ്പോൾ ബബിത ബാലന്റെ മുറിയിൽ ചെന്ന് വിളിച്ചിരുന്നോ എന്ന് തിരക്കുന്നുണ്ട്. മറുപടിയായി ബാലൻ, ആ വിളിച്ചിരുന്നു, പക്ഷെ നിന്നെ അല്ല അലീനയെ. എന്തായാലും വിളിച്ച കാര്യം എന്താണെന്ന് എന്നോട് പറയാനായിട്ട് ബബിത ആവശ്യപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ ബാലൻ ദേഷ്യത്തോടു കൂടി, എങ്കിൽ നീ പോയി കൊഴുക്കട്ട ഉണ്ടായിക്കൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ബബിത, ഞാനത് അലീനയോട് ചെയ്തു തരാൻ പറഞ്ഞാൽ പോരെ? അത് പറ്റത്തില്ല, നീ തന്നെ ചെയ്തു തരണമെന്നാണ് ബാലൻ പറയുന്നത്. കൂടാതെ ഒരു ജ്യൂസും വേണം. എല്ലാം കേട്ട ശേഷം ബബിത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്? മറുപടിയായി ബബിത, എനിക്കിതൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാ ബെല്ല് കേട്ടുടനെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ബിത, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ബാലൻ പറയുന്നു. കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അലീന സ്റ്റെയറിന്റെ അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഊഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അവളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് നീ എന്തിനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? മറുപടിയായി ബബിത, അത് എപ്പോഴും അവളല്ലേ വരുന്നത്, അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കേൾക്കുന്ന ബാലൻ, അവളോ? മര്യാദയ്ക്ക് അലീന ചേച്ചി എന്ന് വിളിച്ചോണം. ബാലൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വിളിക്കേണ്ടത്? അലീന ചേച്ചി എന്നല്ലാതെ മറ്റെന്തെങ്കിലും നീ വിളിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടയാവരുത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.